ശബരിമല ദർശനം നടത്തിയ കനകദുർഗയ്ക്കും ബിന്ദുവിനും വീണ്ടും വധഭീഷണി. വീട്ടിൽ കയറ്റാത്തതിനെ തുടർന്ന് കനകദുർഗയെ താമസിപ്പിച്ചിരിക്കുന്ന വൺ സ്റ്റോപ്പ് സെന്റർ അഡ്മിനിസ്ട്രേറ്റർക്കാണ് കഴിഞ്ഞ ദിവസം വധഭീഷണി മുഴക്കിയ കത്ത് ലഭിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കുക, ആ വിധി ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും, അതുവരെ കനകദുർഗയ്ക്കും ബിന്ദുവിനും എവിടെയും ഇരിക്കാം, നടക്കാം എന്നായിരുന്നു കത്തിൽ സൂചിപ്പിച്ചത്. എന്നാൽ ഈ സമയത്ത് അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണമെന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൈപ്പടയിൽ എഴുതിയ കത്ത് പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഭീഷണിപ്പെടുത്തിയതിനും അധിക്ഷേപിച്ചതിനുമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ തനിക്ക് വീട്ടിൽ പ്രവേശിച്ച് ഭർത്താവിനും കുട്ടികളുമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന കനകദുർഗയുടെ ആവശ്യത്തിലാണ് അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ അംഗം മോഹൻകുമാറാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകിയത്. 14-ന് കേസ് പരിഗണിക്കും. ജനുവരി 15-ന് വീട്ടിലെത്തിയ തന്നെ ഭർത്തൃമാതാവ് മർദ്ദിച്ചതായും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കു ശേഷം തിരിച്ചെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലാണ് കണ്ടതെന്നും പരാതിയിൽ പറയുന്നു. താൻ വീട്ടിൽ പ്രവേശിക്കാതിരിക്കാൻ ഭർത്താവ് വീട് പൂട്ടി മക്കളുമായി കടന്നതായും പെരിന്തൽമണ്ണ പോലീസ് ഭർത്താവിനെ കണ്ടെത്തിയെങ്കിലും വീട് തുറന്നു നൽകാൻ സന്നദ്ധനായില്ലെന്നും പരാതിയിൽ പറയുന്നു. സുപ്രീം കോടതി ഉത്തരവിലൂടെ പോലീസ് സംരക്ഷണം ലഭിച്ച തനിക്ക് വീട്ടിൽ കയറാൻ സാഹചര്യം ഒരുക്കണമെന്നും കനകദുർഗ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ തന്നെയാണ് കനകദുർഗ മർദ്ദിച്ചതെന്ന് പ്രായമേറെയുള്ള ഭർത്താവിന്റെ അമ്മയും പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇവരെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഈ ഹർജി നാളെ പുലാമന്തുൾ ഗ്രാമകോടതി പരിഗണിക്കും. അതിനിടെയാണ് ഊമക്കത്ത് ലഭിച്ചത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കനകദുർഗയ്ക്ക് ശക്തമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ശനിയാഴ്ച പോലീസ് സംരക്ഷണയിൽ കനകദുർഗ തൃശൂർ തേക്കിൻകാടുമായി തനത്ത് നടക്കുന്ന നവോത്ഥാന കൂട്ടായ്മ സംഗമത്തിൽ പങ്കെടുക്കാൻ തൃശൂരിലേക്ക് പോയി. രാവിലെ 9:25-നുള്ള KSRTC ബസ്സിൽ പോലീസ് സംരക്ഷണത്തിലാണ് പോയത്. ബസ്സിന് പോലീസ് വാഹനത്തിന്റെ അകമ്പടിയും ഉണ്ടായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മുതൽ കനകദുർഗ ജോലിക്കും പോയി തുടങ്ങി. സപ്ലൈകോയുടെ അങ്ങാടിപ്പുറം ഡിപ്പോയിലാണ് ജോലി. ആനമങ്ങാട് മാവേലി സ്റ്റോറിൽ അസിസ്റ്റന്റ് സെയിൽസ് ഗേളായി ജോലി ചെയ്തിരുന്ന ഇവരെ സുരക്ഷാ കാരണങ്ങളാലാണ് അങ്ങാടിപ്പുറത്തേക്ക് മാറ്റിയത്. ശബരിമല കയറിയതിനു ശേഷം ആനമങ്ങാട് മാവേലി സ്റ്റോറിലും മുൻപ് കത്തിലൂടെയും ഫോണിൻ മുഖേനയും ഭീഷണി ഉണ്ടായിട്ടുണ്ട്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.